ഇന്ത്യൻ ഓഹരി വിപണി ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിച്ചു പായുമ്പോൾ ഉയരങ്ങൾ കണ്ട് ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഓരോ ട്രേഡേഴ്സിനോടും ഇതൊന്നുമല്ല ഉയരം, ഇനി വരാനിരിക്കുന്നതാണ് പുതിയ ഉയരങ്ങൾ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുതിച്ചു പായുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ലാഭമെടുത്ത് ഒരു പുൾ ബാക്കിനായി കാത്തിരിക്കുന്ന ഓരോ ഇൻവെസ്റ്റേഴ്സിനും തൻ്റെ യാത്ര പൂർണ്ണമായിട്ടില്ല, തിരിച്ചു വരാറായിട്ടില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കുതിച്ചു പായുന്ന ഇന്ത്യൻ മാർക്കറ്റ്. ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് അല്ലെങ്കിൽ US മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ സെന്റിമെന്റ്സ് ബുള്ളിഷാണ്. കൂടാതെ ഇന്നത്തെ ഇൻട്രാഡേയിലും അത് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും അതുപോലെ തന്നെ ഓവറോൾ സെന്റിമെന്റ്സ് ഗ്രീനാണ്. അതേപോലെ ഇൻട്രാഡേയിലും നല്ല രീതിയിൽ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 21,353 ട്രേഡിംഗ് നടക്കുന്നത്. 13 പോയിന്റ് ഗ്രീനിലാണ്. ഇനി നിക്കി ആണെങ്കിൽ 240 പോയിന്റ് റെഡിലാണ്. അതുപോലെ ഷങ്കായ് കമ്പോസിറ്റ് 9 പോയിന്റ് റെഡിലാണ്. അതല്ലാതെ മറ്റെല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 184 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 136 പോയിന്റിന്റെ അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,110 നിന്നും 72 പോയിന്റ് ലാഭത്തിൽ 21,182 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇനി BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 561 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 492 പോയിന്റിന്റെ അഥവാ 0.7% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 70,146 നിന്നും 368 പോയിന്റ് ലാഭത്തോടു കൂടി 70,514 BSE സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് 2.07% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ ക്ലോസിംഗ് 12.32. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 175 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് തന്നത്. 433 പോയിന്റിന്റെ അഥവാ 0.91% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 47,567 നിന്നും 165 പോയിന്റ് ലാഭത്തിൽ 47,732 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 204 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 208 പോയിന്റിന്റെ അഥവാ 0.97% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,375 നിന്നും 86 പോയിന്റ് ലാഭത്തിൽ 21,461 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലത്തിൽ നിന്നും ഒരല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ട്. $71.03 ഈ ഒരു നിമിഷത്തിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്. ഗോൾഡ് റേറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ കുതിച്ചു പായുകയാണ്. ഇന്നലെ $1,982 ഉണ്ടായത് $2,032 നേരിട്ട് ഒരു ചാട്ടമാണ് ഗോൾഡ് റേറ്റ് കാഴ്ചവെച്ചിരിക്കുന്നത്. USD INR റേറ്റും ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 83 രൂപ 40 പൈസയായിരുന്നു ഇന്നലെ ഒരു $1 വില. ഇന്ന് അത് 83 രൂപ 32 പൈസയായി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 21,080 കോടിയുടെ ബൈയിങ്ങും 17,510 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 3,570 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 12,118 കോടിയുടെ ബൈയിങ്ങും 11,565 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 553 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4,121 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് നിക്ഷേപമായി ഒഴുകിയെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു പരിധിവരെ ലാഭമെടുപ്പ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,493 കോടിയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,259 കോടിയുടെ ബൈയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തിൽ 26,753 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 3.88% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി മീഡിയ 0.38% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി IT, പ്രൈവറ്റ് ബാങ്ക് സർവീസ്, ഫിൻ സർവീസസ്, ബാങ്ക്, ഓട്ടോ, മെറ്റൽ എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ITBs ഇന്ന് 3.31% ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ മറ്റ് സെക്ടറുകളെല്ലാം തന്നെ
ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ എംഫസിസ് ഇന്ന് 7.6% ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ പവർ ഗ്രിഡ് 1.9% ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി. എംഫസിസ്, ശ്രീറാം ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, പെർസിസ്റ്റന്റ്, ചോല ഫിനാൻസ്, ഇൻഫി, ടെക് മഹീന്ദ്ര, AU ബാങ്ക്, വിപ്രോ, HCL ടെക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ബജാജ് ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ പവർ ഗ്രിഡ്, HDFC ലൈഫ്, ICIC പ്രൂലി, ജിന്ദാൽ സ്റ്റീൽ, നെസ്ലെ ഇന്ത്യ, സിപ്ല, REC ലിമിറ്റഡ്, IEX, ASW സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ, കുമിൻസ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1159 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 958 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്ന് 1.16 വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ ഇത് 0.96 ആയിരുന്നു. 21,183 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 167 പോയിന്റ് മുകളിലായിട്ട് 21,349 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചർ കഴിഞ്ഞ 5 ദിവസത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്, 5 ദിവസത്തേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരൽപ്പം ബുള്ളിഷ് ആയിട്ടാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.01 ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ അത് ന്യൂട്രൽ ആയിരുന്നു. 47,732 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 338 പോയിന്റ് മുകളിലായിട്ട് 48,070 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് വളരെയധികം മുകളിലായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ പ്രൈസ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കാഴ്ചവയ്ക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ ഡാറ്റ ഒഴിവാക്കിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് ലൈനിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. 51 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 1,53,00,000 കോളും 1,93,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 1.3 ആണ് PCR വരുന്നത്. 21,182.7 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ആഴ്ചത്തെയും അടുത്ത ആഴ്ചത്തെയും കമ്പയർ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 48,000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത്. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 47,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നതോടുകൂടി ആ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം എവിടെ പോയി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ആ സമയത്തേക്ക് അവരെല്ലാം തന്നെ അവർക്ക് നഷ്ടം വരും എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള കോൺട്രാക്ട്സുകളെല്ലാം തന്നെ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് അവർ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ 1,18,00,000 കോളും 1,12,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.9 ആണ് PCR വരുന്നത്. 47,732 മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നത്. 48,000 എന്ന ഈ സ്ട്രൈക്കിൽ 36 ലക്ഷം 36.9 അല്ലെങ്കിൽ 37 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി നാളെ വരാനുള്ള മേജർ ഈവൻസ്, കോർപ്പറേറ്റ് ആക്ഷൻസും റിസൾട്ടുകളെല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. മേജർ ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ചൈനീസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, EU ലീഡേഴ്സ് സമ്മിറ്റ്, വേജസ് ഇൻ യൂറോസോൺ, EU ട്രേഡ് ബാലൻസ്, EU ബേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട് ഇത്രയും ഈവന്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 29,025 രൂപയുടെ അഥവാ 4.84% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 23 ട്രേഡുകളിൽ നിന്ന് 1:3.43 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഈ പ്രോഫിറ്റ് ഞങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 7.1% പ്രോഫിറ്റ്, 1,00,000 രൂപ ക്യാപിറ്റലിൽ 7.1% പ്രോഫിറ്റാണ് വന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ, 670 രൂപ മാത്രം പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 6% പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റി. മിഡ് ക്യാപ്പ് ഇന്ന് ബ്രേക്ക് ഈവൻ ആയി പോയി എന്നേ ഉള്ളൂ, അതിനകത്ത് വലിയൊരു മൂവ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. സെൻസെക്സിൽ ഇന്ന് 6.5% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 7.6% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ഇനി മന്ത്ലി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 25.93% പ്രോഫിറ്റാണ് 279 ട്രേഡുകളിൽ നിന്നും 1:1.85 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഈ മാസത്തിൽ ഇപ്പോൾ 3.7% മാത്രം പ്രോഫിറ്റാണ് ഉള്ളത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 21% പ്രോഫിറ്റ്. ഫിൻ നിഫ്റ്റിയിൽ ഞങ്ങൾ ഈ മാസം ഇപ്പോൾ ഇതുവരെയും ലോസ് ആണ്, 3.3% നഷ്ടമാണ് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് 14 ഈ മാസത്തിൽ 14 അഥവാ 15% ലാഭമാണ് ഈ മാസം കിട്ടിയിരിക്കുന്നത്. 10% കൂടുതൽ വരുന്ന പ്രോഫിറ്റ് മാത്രമേ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. 10% കുറവാണ്
ലാഭം കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ബ്രോക്കറേജ് കൂടി നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ റിയൽ ട്രേഡേഴ്സിന് അതിൽ ബ്രോക്കറേജ് കൊടുത്തു കഴിയുമ്പോൾ 10% ആണ് അവരുടെ ലാഭമെങ്കിൽ കാര്യമായിട്ടൊന്നും തന്നെ അതിനകത്ത് ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും സെൻസെക്സ് ഈ മാസം 25% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിലെ റിസ്ക്കും റിവാർഡും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 93% പ്രോഫിറ്റ് 1:2.49 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 118 ട്രേഡുകളിൽ നിന്നായിട്ട് 93% പ്രോഫിറ്റ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഘോരഘോരം പ്രസംഗിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് നേരെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മുകളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. R3യിൽ, അതായത് റാസ് ലെവൽസിൻ്റെ ഹയർ ലെവലിലുള്ള R3യിൽ തന്നെ അവിടെ ഒരു റേഞ്ച് ബോണ്ടായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. ഫസ്റ്റിലുള്ള ഒരു മൂവ്മെൻ്റ് അല്ലാതെ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് പിന്നെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് റേഞ്ച് ആണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. റാസ് ലെവൽസ് വരക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് ഈ ഹൈയും ലോയും എല്ലാം തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഓരോ ലൈൻസ് ഇതെങ്ങനെയാണ് വരക്കുക എന്ന് പറഞ്ഞാൽ ഈ റാസ് ലെവൽസിന്റെ R3യും R2 അല്ലെങ്കിൽ ഏതെങ്കിലും 2 ലെവൽസ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. അതിനുശേഷം R3യോട് അതിങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ദെൻ ഫിൻ നിഫ്റ്റി ആണെങ്കിലും ഇന്ന് റേഞ്ചിൽ നിന്നും ഔട്ട് ഓഫ് റേഞ്ചിലേക്ക് ട്രേഡ് പോവാണ് ചെയ്തത്. മിഡ് ക്യാപ്പിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ബുൾ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എന്തായാലും സ്റ്റോക്ക് ഫൈനൽ ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ അത് നോക്കാം. ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് മുകളിലോട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ദെൻ സെൻസെക്സിൽ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ അതേ രീതിയിലാണ് മൂവ്മെന്റ്. ഫസ്റ്റിലൊരു വലിയ മൂവ്മെന്റ് കിട്ടി, പിന്നൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കിട്ടിയത്. പ്രത്യേകിച്ച് ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ട് പോകുന്ന ട്രേഡുകളാണ്. മാർക്കറ്റ് എങ്ങോട്ടും പാഞ്ഞു പോയേക്കാം. അപ്പോൾ അതിനായിട്ട് അലേർട്ടായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഏതോ സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതിന് നിർബന്ധമൊന്നുമില്ല, അത് അങ്ങനെ ഒരു രീതി മാർക്കറ്റിലില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. പക്ഷേ ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളത് മാർക്കറ്റ് എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരും എന്നാണ്. ഇവിടെ മാർക്കറ്റിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ്. ഇത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇറങ്ങി അതിനേക്കാൾ മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഹിസ്റ്ററിയിൽ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഫില്ല് ചെയ്യാൻ ഇറങ്ങി വരാത്തത്. ഇപ്പോൾ ഇത് ഈ ഒരു ഗ്യാപ്പ് 1962 ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പ്രീവിയസ്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു ഗ്യാപ്പ്, അതായത് 204 മുതൽ 20511 വരെയുള്ള ആ ഒരു ഗ്യാപ്പ് അത് നിർബന്ധമായിട്ടും ഫില്ല് ചെയ്തിട്ട് തന്നെ മാർക്കറ്റ് പോവുള്ളൂ. അത് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതേപോലെ ഇവരുടെ ഏറ്റവും പീക്കിൽ വന്നിട്ട് 21,043 നിന്നും 21,080 വരെയുള്ള ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഗ്യാപ്പും മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ട് തന്നെ മുകളിലോട്ട് പോവുള്ളൂ. അത് ഫില്ല് ചെയ്യാത്തൊരു രീതി കാണാറില്ല എപ്പോഴും. അത് ഏതെങ്കിലും ഒരു കാലം ചിലപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞായിരിക്കും അത് തിരിഞ്ഞ് അവിടം വരെ ഇറങ്ങി വന്നതെല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. മാർക്കറ്റിനെ കുറിച്ച് ഓവറോൾ സെന്റിമെന്റ്സ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് എന്തോ ഒരു ആർക്കോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രം അതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. മറ്റൊന്നും അതിനകത്ത് എന്താ പറയുക എടുത്ത് പറയാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ദെൻ ഇവിടെ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും ഇന്ന് പീക്കിൽ പോയപ്പോൾ നല്ല രീതിയിലൊരു സെല്ലിംഗ് പ്രഷർ അതിൽ വന്നിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ, നാളെ മാർക്കറ്റ് ലൈവായാൽ മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഫിൻ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൻ്റെത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10,189 എന്ന ടാർഗറ്റ് അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത്. ഇത് കൃത്യമായിട്ടും 289 തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. 100 പോയിന്റ് അധികം മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. സോ എന്താ പറയുക, ഇവിടെയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഇൻഡെക്സ് കയറിയിട്ടുള്ളത്. സോ അത് ഫില്ല് ചെയ്യാൻ അത് ഇറങ്ങി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മുൻപ് ഇവിടെ ഒരു ഫില്ലിങ്ങിന് വേണ്ടി അത് ശ്രമിച്ചിരുന്നു, പക്ഷേ ഒരു 10 പോയിന്റോളം ഗ്യാപ്പ് അവിടെയും കിടപ്പുണ്ട്. അതേപോലെ ഇത് ഈ ഭാഗത്തും ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഇത് ഓൾ ടൈം ഹൈയുടെ മുകളിലാണ് കിടക്കുന്നത്. അതൊക്കെ അതിന് ഫില്ല് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ അതിനുവേണ്ടി മാർക്കറ്റ് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നല്ല രീതിയിൽ ഒരു ഒരു ജാതി പാച്ചിലാണ് പായുന്നത്. സോ നമുക്ക് മാർക്കറ്റിൻ്റെ അതിൻ്റെ ആ ഒരു ഷോ കണ്ടിരിക്കാം, അത്ര തന്നെ ഉള്ളൂ. ഇൻട്രാഡേയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. മുകളിലോട്ടായാലും താഴോട്ടായാലും മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാശാണ്. സോ നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നാളെ ഫ്രൈഡേ ആണ്, ഒരു വാരാന്ത്യമാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി എക്സ്പയറിയുടെ ടൈമാണ് വരുന്നത്. മന്ത്ലി എക്സ്പയറി അല്ല, ഇത് 3ാമത്തെ വാരമാണ് വരുന്നത്. സോ ഇനിയുണ്ട് 10-15 ദിവസങ്ങൾ. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഡിസംബർ 20 വരെ ഒക്കെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഈ മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും പീക്കിൽ കൊണ്ടുപോയിട്ട്, ഞാൻ മുൻപും നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്മസിൻ്റെ ഒരു വെക്കേഷൻ മൂഡിലായിരിക്കും എല്ലാവരും. മാക്സിമം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് അതിൻ്റെ പീക്കിൽ കൊണ്ടുപോയിട്ട് മാക്സിമം പ്രോഫിറ്റിൽ എല്ലാ പ്രോഫിറ്റും ബുക്ക് ചെയ്ത് താഴെ വലിച്ചെത്തിക്കും. പിന്നെ ജനുവരി ആദ്യ ആഴ്ച കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കാര്യമായിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 20 കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വലിയൊരു മൂവ്മെൻറ്റ് കാണാനുണ്ടാവില്ല. ബെയറിഷ് മൂവ്മെൻറ്റിനാണ് കൂടുതലും കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവും ഡിസംബർ എൻഡ് ആകുമ്പോൾ. അപ്പോൾ ന്യൂ ഇയറിന് ശേഷം, ന്യൂ ഇയർ 1-ാം തീയതി ഉണ്ടാവില്ല, അതൊരു എന്താ പറയുക കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പതുക്കെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നു തുടങ്ങും. അങ്ങനെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ സെൻസെക്സിൽ എങ്ങനെയാണ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് നമുക്ക് റാസ് ലെവൽസിൻ്റെ പ്രഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൽ ഇന്നത്തെ ഡേ ലോയും നാളത്തെ ഡേ ലോയും ഓൾമോസ്റ്റ് സെയിം വരും എന്നാണ് പറയുന്നത്. പക്ഷേ നാളത്തെ ഡേ ഹൈ ഇന്നത്തേതിനേക്കാളും മുകളിലായിരിക്കും. അതായത് മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് സാധ്യതയുണ്ട് എന്നാണ് നമ്മളോട് ഇത് പറയുന്നത്. ഇനി നോ ട്രേഡ് സോണിൻ്റെ ഒരു വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 332, 355, 23 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പാണ്. ഒരു ശരാശരി മൂവ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. CPR വെച്ച് നോക്കുകയാണെങ്കിൽ CPR നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണുള്ളത്. ഒരു പരിധിവരെ മാർക്കറ്റിൽ ഒരു നിയന്ത്രണം വിട്ട മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണ് ഇത് നമ്മളോട് പറയുന്നത്. ഒന്നുകിൽ നല്ല രീതിയിൽ പാഞ്ഞ് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് റേഞ്ചൊക്കെ പോയിട്ട് വല്ലാത്തൊരു കളിയായിരിക്കും മാർക്കറ്റിൽ നാളെ പ്രതീക്ഷിക്കേണ്ടി വരിക. അതും അല്ലെങ്കിൽ അതിന് രണ്ടാമത്തെ ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൺസോളിഡേഷൻ, ഒരു ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ രണ്ടവസ്ഥകളാണ് ഉണ്ടാവാൻ സാധാരണ കണ്ടുവരാറുള്ളത്. ഇനി മാർക്കറ്റ് ഒരു ഹയർ സൈഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വരെ മാർക്കറ്റ് പോകുന്നതാണ്. 70,956, 71,000 ടച്ച് ചെയ്യുന്നതിന് മുമ്പേ പിന്നീട് അവിടെ ഒരു പുൾ ബാക്ക് വരും എന്നാണ്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ വരും എന്നാണ്. ഇൻ കേസ് ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ ഗ്യാപ്പ് അപ്പിനുള്ള എല്ലാ സിഗ്നലുകളും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ടെസ്റ്റ് ചെയ്തു, വീണ്ടും റീടെസ്റ്റിങ്ങിന് ഇവിടെ വരെ വന്നിട്ടുണ്ട്. അവിടെയാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി നാളെ നല്ല രീതിയിലൊരു അപ്പ് മൂവ്മെൻറ്റ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. കാരണം നൂല് പൊട്ടിയ ഒരു പട്ടം പോലെ പറന്നു പോവുകയാണ് മാർക്കറ്റ്. അത്രയും ഉയരങ്ങളിലാണുള്ളത്. ഒരിക്കലും ഇവിടെ ഒരു കൃത്യമായിട്ട്, കാരണം എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ഇത്രയും ഉയരങ്ങളിലുള്ള മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ വന്ന ഒരു സംഭവത്തിൽ ഞാൻ പുതിയതായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറയേണ്ടത്. പക്ഷേ കഴിഞ്ഞു പോയ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇതിനു മുൻപ് വന്ന് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയ മാർക്കറ്റ് ആണെങ്കിൽ കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതെല്ലാം തന്നെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സിനെ അല്ലെങ്കിൽ കാൽക്കുലേഷനെ ബേസ് ചെയ്ത് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അവിടെ ഹിസ്റ്ററിയിൽ ഈ ലെവലിലൊന്നും തന്നെ ഇല്ല എന്നതുകൊണ്ടാണ് അത് സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ 70,956 ടച്ച് ചെയ്തിട്ട് പിന്നീട് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഈ CPR നോ ട്രേഡ് സോൺ, ഈ ഒരു ഏരിയ നിങ്ങൾ എൻട്രി എടുക്കുന്നതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി നിൽക്കാൻ ശ്രമിക്കുക. ഇതാ ഈ ഒരു സോൺ, ഇത്രയും വരുന്ന ഈ ഒരു സോൺ 70,461 നിന്നും 353 വരെ, 333 വരെയുള്ള ഒരു സോണിൽ എൻട്രി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പ്രത്യേകം പറയുന്നത്. ഇനി താഴോട്ട് പോയാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴെ വരികയാണെങ്കിൽ ഇവിടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യാൻ 70,250 എന്നൊരു നമ്പറിൽ മാർക്കറ്റ് എന്തായാലും ഹോൾട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ഇതുവരെയും വന്നിട്ടില്ല. ഒരു 20-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് എടുത്ത് തുടങ്ങുന്ന സമയത്തേക്ക് മാർക്കറ്റിനെ വലിച്ച് താഴെ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് മാർക്കറ്റിനെ അപ്പ് ഓർ ഡൗൺ എന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ നിശബ്ദനാവുകയാണ്. നാളെ ലൈവ് മാർക്കറ്റിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ, അഥവാ ഡിസംബർ 13-ാം തീയതിയത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ നോക്കാം. ഇവിടെ ഈ ചാനൽ ഇതുവരെയായിട്ട് 8,130 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 1,788 പേരാണ് ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കമൻറ്റുകളിലേക്ക് വരികയാണ്.
ട്രേഡേഴ്സ് അരീന ഇത് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു എന്താ പറയുക റാഫിൾ ഡ്രോയുടെ അതിനുള്ള ഫോം ഇവിടെ ഇട്ടിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാകും, ഇതാരാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു തിരിച്ചറിയലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും നമ്പറും ഇതിൻ്റെ ഈ ഫോമിൽ ഫില്ല് ചെയ്തിട്ടാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് പിക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ദയവായിട്ട് നമ്മുടെ ഈ മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു സുഹൃത്ത് സംഘം അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ വെക്കേഷനിൽ അത് പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് എന്താ പറയുക അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാൻ കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. എല്ലാവരും കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ട്രേഡേഴ്സ് അരീനയുടെ ഒരു ബേസ് ആണെങ്കിൽ കൂടി എല്ലാം നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം ഒരു ഗൂഗിൾ മീറ്റ് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഗ്രൂപ്പിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ വരും, അതിൽ വൈകുന്നേരം ജോയിൻ ചെയ്യുക. ഓക്കെ, എന്തായാലും രേവതി പ്രമോദ്, great job sir, thank you very much ma'am, and my golden memories, I like your presentation, thank you very much. Arun Karotumalayil, hello, വീഡിയോ അത്യാവശ്യം ഡീറ്റെയിൽസ് തരുന്നുണ്ട്, താങ്ക് യു. ഈ OFC ഓഫീസ് അവേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ബിക്കോസ് നമുക്ക് കണ്ടിന്യൂസ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ 2024 ലോഞ്ച് ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ എന്താ പറയുക ഫൈനൽ മിനുക്ക് പണികളിൽ ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ ട്രേഡുകളൊക്കെ അത് എടുക്കുന്നുണ്ട് എന്തായാലും. അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ ചെയ്യുന്ന ആ ട്രേഡുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി ബാക്ക് എൻഡിൽ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായി എടുത്ത് പോകുന്നതാണ്. നോക്കാം നമുക്ക് എത്രത്തോളം സക്സസ്ഫുള്ളായി വരുന്നു എന്നുള്ളത്. എന്താ ഒരു മാസമെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നാളായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. എങ്കിൽ കൂടി റിയൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു മാസമെങ്കിലും ട്രേഡ് ചെയ്തതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കേട്ടിരിക്കാം കഥ. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇന്ന് വീണ്ടും ട്രേഡിങ്ങിന് ഇറങ്ങി. നിഫ്റ്റിയിൽ 10 ട്രേഡിൽ നിന്നും 12% പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. Then Tijo Paul, Nifty fall or slightly bearish May next week onwards. December 20 holiday season starts. Who will work on year end? That's right brother. എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കൺസെപ്റ്റും അത് തന്നെയാണ്. ഇയർ എൻഡിലാകുമ്പോൾ എല്ലാവരും ഒന്ന് നോർമലി ഒരു പുതുവർഷം കുറേ പേര് പുതുവർഷ പ്രതിജ്ഞകളൊക്കെ എടുത്ത് ഇനി ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അത് തന്നെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിലും എല്ലാ ഇതും വിഡ്രോ ചെയ്ത് ലോസും കാര്യങ്ങളൊക്കെ എല്ലാം മറന്നിട്ട് ഫ്രഷ് ആയിട്ട് ജനുവരി മുതൽ ട്രേഡിങ് ആരംഭിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വെക്കേഷൻ ടൈമൊക്കെ ഈ സമയത്താണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറി നിൽക്കും. പുതിയ വർഷത്തിൽ പുതുതായിട്ട് വീണ്ടും തുടങ്ങും. ഇനി SBM റിപ്ലൈ തന്നതിന് വളരെ നന്ദി. വെയിറ്റിംഗ് ഫോർ ഫർദർ അപ്ഡേറ്റ്സ് ഓൺ ദി സോഫ്റ്റ്വെയർ. ഓഫ് കോഴ്സ് ഐ വിൽ അപ്ഡേറ്റ് യു ഓൺ ദാറ്റ്. ആൻഡ് Saju PM, very useful, thank you very much. Shailesh Kumar, thank you sir, thank you very much sir. Mohammad Roshan, great job, thank you very much. Firoz 47,900 വരെ വരേണ്ടതാണ് Thursday. താങ്ക്സ് റഷീദ് ക, താങ്ക് യു വെരി മച്ച് ബ്രദർ. നമുക്ക് നോക്കാം എന്തായാലും. Thursday 47,900 ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 954 വരെയും വന്നിട്ടുണ്ട്. നോ വറീസ്. 48,000 ടച്ച് ചെയ്യും എന്നുള്ളത് നാളെ നോക്കാം നമുക്ക്. ദെൻ നൗഫു, നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകും, അതിനുശേഷം താഴോട്ട് വരും എന്നാണ് എൻ്റെ വ്യൂ. ആ വ്യൂ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ താഴോട്ട് വന്നില്ല ബ്രദർ. അവിടെ തന്നെ അങ്ങ് ചുറ്റിപ്പറ്റി നിന്നേ ഉള്ളൂ. ദെൻ ഷാജി മാളിയലിൽ, സർ ചെന്നൈ പെട്രോൾ ഷെയർ സ്വിംഗ് ട്രേഡിന് ഗുഡാണോ? ഓയിൽ സെക്ടർ തന്നെ ആണോ ഇതും? ചെന്നൈ പെട്രോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. സ്വിംഗ് ട്രേഡിന് അത്ര നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്വിംഗ് ട്രേഡിന് ഇതുവരെയും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. സജീബ് 100%, താങ്ക് യു വെരി മച്ച്. നൗഷാദ് പുതിയ പറമ്പൻ, നാളെ മാർക്കറ്റ് ഈസ് ബിഗ് ആൻഡ് ബിഗ് ഫോൾ 100%. ബ്രദർ എന്ത് പറ്റി? നിങ്ങളിങ്ങനെ പുട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ പറയല്ലേ? ഒന്നും സംഭവിക്കില്ല. നമ്മളങ്ങനെ ബിഗ് ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഫോൾ അല്ല ഉണ്ടായിരിക്കുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള ഒരു റാലി തന്നെ പറയാം. നല്ല ഗ്യാപ്പപ്പിൽ മാർക്കറ്റ് അവിടെ കൺസോൾഡേറ്റ് ചെയ്തു, വീണില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ Durganand, okay, tomorrow gap up opening will happen. Of course, brother, it's happened. Today there was a gap up opening and it was consolidating over there.
കേട്ടിരിക്കാം കഥ. ട്രേഡേഴ്സ് അരീനയുടെ വീഡിയോ അനാലിസിസിൻ്റെ പ്രയോജനം തന്നെ. താങ്ക് യു വെരി മച്ച്. സജീവ് 100%. താങ്ക് യു വെരി മച്ച്. ആൻസി സുജിത് സർ, ഗൾഫ് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ തീർച്ചയായും ഇറങ്ങി വന്നേ പറ്റൂ എന്നും പറയുന്നുണ്ടല്ലോ. അടുത്ത കാലത്തായി ഒരുപാട് ഗ്യാപ്പ് ഓപ്പണിംഗ് ഉണ്ടായിട്ടുണ്ട്. ഗ്യാപ്പ് വളരെ കൂടുതലാണ്. 2009 ഉണ്ടായ ഗ്യാപ്പ് പോലും ഇപ്പോഴും ഫിൽ ചെയ്തിട്ടില്ല അറിഞ്ഞാൽ പോരാ, നിങ്ങളൊന്ന് നോക്കിയിട്ട് ഉറപ്പിക്കണം. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഒരു തമാശയായി തോന്നുന്നു. ബ്രദർ, അതങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഗ്യാപ്പിൻ്റെ തിയറി അറിയാത്തതുണ്ട്. ഗ്യാപ്പ് എന്താ പറയുക, ഗ്യാപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 400 പേജിൻ്റെ ടെക്സ്റ്റ് പുസ്തകമുണ്ട്. ഗ്യാപ്പിന് സ്റ്റോക്ക് മാർക്കറ്റിലെ ക്യാൻഡിൽസിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ്, അതിന് ഈ ഗ്യാപ്പ് സിമ്പിളായിട്ട് അത് 3 വിധത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 ക്യാൻഡിൽസ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതിൻ്റെ പിന്നിലും മുന്നിലോട്ടൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഗ്യാപ്പ് അതൊരു വിർജിനായിരിക്കണം, അതിന് മുൻപ് അതിൽ ക്രോസിങ് നടന്നിട്ടുണ്ടാവാൻ പാടില്ല എന്നൊരു തിയറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന 2009 ആണെങ്കിൽ പല പ്രാവശ്യം, 2009 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നിഫ്റ്റി എത്രയാണ് ഉണ്ടാവുക, നമുക്കൊരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് വരാം. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിലിൻ്റെ ഹൈ വന്നിരിക്കുന്നത്, ഞാൻ പറയാം, നിങ്ങൾ ഈ തിയറി, അതായത് ഗ്യാപ്പിൻ്റെ തിയറി അങ്ങനെ ഒറ്റയടിക്ക് കണ്ണടച്ചിട്ടാക്കരുത്. ഇവിടെ ഗ്യാപ്പിൽ 2007 വന്നിരിക്കുന്ന ഒരു, അതായത് ജനുവരിയിൽ വന്നിരിക്കുന്ന ഹൈ ആണിത്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് ഉണ്ടാവാം തീർച്ചയായിട്ടും. ഇനി അത് താഴെ വന്നിരിക്കുന്ന ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2254 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നോക്കൂ, പിന്നീട് മാർക്കറ്റ് തിരിച്ച് അതുപോലെ കയറി പോയിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് വന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, ഇതുണ്ടല്ലോ ഇവിടെ, ഇതാ 2011 ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, പക്ഷേ സൂൺ അതൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതെല്ലാം ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് പിന്നീട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഇനി അവിടെ നിന്നും നിങ്ങൾ നോക്കിക്കോളൂ, ഇതാ ഇവിടെ നിന്ന് ഒരു പീക്ക് വന്നിരിക്കുന്ന ഇവിടെ, ഇതാ ഈ ഒരു ലെവലാണ്. ഈ ലെവലിൽ മാർക്കറ്റ് പോയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടി കയറിപ്പോയി. അത് കയറിപ്പോയിട്ട് ഒരു ഹൈ വന്നിരിക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ കൊറോണയുടെ തൊട്ട് മുൻപായിട്ട്, ഫോളിന് തൊട്ട് മുൻപായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ കൊറോണ ഫോളിൽ അത് ഫില്ല് ചെയ്ത്. ഇനി കൊറോണ ഫോളിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ശരിക്കും മന്ത്ലി ക്യാൻഡിൽ പോലും അതിനകത്ത് ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇത് ഏത് ഡേറ്റിനാണ്, 2020 നവംബർ മാസത്തിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ പിന്നീട് അത് പുറകോട്ട് നോക്കുമ്പോൾ ഇവിടെ അത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടാണ് ആ വഴി വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ മാർക്കറ്റ് കയറി വന്നിട്ടുണ്ടാവില്ല. മാർക്കറ്റ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിറങ്ങിപ്പോയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഇതുവരെയും ഉള്ളത്. ഇനി ആകെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരാത്ത ഒരു സോൺ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്തായിരിക്കും. എവിടെയാണെന്ന് പറഞ്ഞല്ല, 2020 കൊറോണ റിക്കവറി സ്റ്റേജിൽ വന്നിരിക്കുന്നു. പക്ഷെ അവിടെ എവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് പോയതായിട്ട് കാണുന്നില്ല. ഇടയിൽ അത് പുൾ ബാക്ക് വന്നിട്ടെല്ലാം തന്നെ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ, പക്ഷേ അത് പിന്നീട് അവിടം വരെ കയറി അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ മുൻപേ ഇറങ്ങി വന്ന വഴിയായതുകൊണ്ട് തന്നെ അവിടെ ഫില്ലിങ്ങിന് നിർബന്ധമില്ല. ഇനി ഇതാ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അത് ഹിസ്റ്ററിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇവിടെ ഈ ഒരു സംഭവങ്ങൾ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലേ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത് നമ്മൾ മുൻപ് 2021 നമ്മളെ ക്ലബ് ഹൗസിൽ വളരെയധികം ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് അത് എപ്പോഴാണ് ഫില്ല് ചെയ്തതെന്ന് അറിയാമോ? ഈ ഒരു സമയത്ത് ഒരു ഒറ്റ ക്യാൻഡിൽ അവിടെ വരെ ഇറങ്ങി വന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗ്യാപ്പ്. സോ ഈ രീതിയിലാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ കളികൾ പോകുന്നത്. നമ്മളത് കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല, ഗ്യാപ്പ് ഫില്ലിങ് നടക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. സോ ഇവിടെയും ഇപ്പം അതേപോലെയുള്ള ഫ്രഷ് ഹൈസിൽ കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അത് ഫില്ല് ചെയ്യാൻ മാർക്കറ്റ് അവിടെ വരെ വരിക തന്നെ ചെയ്യും. ഇനി അജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച്. വാട്ട് ഈസ് റാഷ് ലെവൽ, കൈൻഡ്ലി എക്സ്പ്ലെയിൻ. ഇവിടെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. റാഷ് അല്ല, റാസാണ്, റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ എന്നാണ് അതിനെ ഞങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ റഷീദ് എന്നുള്ള പേരിട്ട് ആദ്യത്തെ 3 അക്ഷരങ്ങൾ എടുത്ത് പേരിട്ടുന്നേ ഉള്ളൂ, പറയൊന്നുമില്ല. നൗഷാദ് പുതുപ്പറമ്പൻ, രാവിലെ നിഫ്റ്റി 20,800 PE വാങ്ങിയിട്ടോ. പൊന്നു സഹോദരൻ, ഇങ്ങനെയൊന്നും ആൾക്കാരോട് പറയല്ലേ. ഇത് നിങ്ങളുടെ ഇത് കേട്ടിട്ട് ആരെങ്കിലും പുട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രാക്ക് നിങ്ങൾ ജീവിതകാലത്ത് മുഴുവൻ കൊണ്ടു നടക്കേണ്ടി വരും. കാരണം ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാരൊക്കെ
ഇത്ര കൺഫേം ആയിട്ട് പറയും, അങ്ങനെ പറയരുത്. നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്? എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗതി എന്തായിരിക്കും? ഇപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഒറ്റയടിക്ക് കണ്ണടച്ചിട്ടാക്കല്ലേ, വെറുതെ എന്തൊക്കെയോ എഴുതി വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഒന്ന് സംയമനം പാലിക്കുക. ഓൾ റൈറ്റ്. റസീന മുജീബ്, താങ്ക് യു വെരി മച്ച്. ട്രാം ട്രാവലർ മലയാളം, താങ്ക് യു വെരി മച്ച്. നിഷാദ് പെട്ടേപ്പാടം, താങ്ക് യു വെരി മച്ച്. ആൻഡ് മുത്തു സുരേന്ദ്രൻ, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. നൗഷാദ് അദ്ദേഹം പുതുപ്പറമ്പൻ, നാളെ PE ഡേ. എന്തിനാണ് ബ്രദർ? നിങ്ങൾ പുട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. അതിനകത്ത് ലോസ് വന്നാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോസ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കൂ. US ഫെഡ് പ്രോബ്ലം, അദ്ദേഹം എന്തൊക്കെയോ എഴുതി വിട്ടത്. നോർമലി ഇങ്ങനെ ഒരു അഗ്രസീവായിട്ട് കമൻറ്റ് ചെയ്യുന്നത്, എവിടെ പോയാലും മാർക്കറ്റ് താഴോട്ടാണ് എന്ന് കമൻറ്റ് ചെയ്യുന്നത്, ആവശ്യത്തിലധികം പൊസിഷൻ കയ്യിൽ ഒരു ധാരണയില്ലാതെ എടുത്തു വെച്ച ആൾക്കാരാണ്. എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നട്ടുച്ചക്ക് വന്നിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ കണ്ണട വെച്ചിട്ട് കണ്ണാണെന്നുണ്ടാവില്ല, പക്ഷെ അയാൾ പറയും ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് റിയാലിറ്റിയിൽ അത് പകലാണെന്ന് എല്ലാവർക്കും അറിയാം, ആരും വിശ്വസിക്കില്ല. അപ്പോൾ നമ്മൾ അയാളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇപ്പോൾ രാത്രിയാണ്, വിശ്വസിക്കുക, രാത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ പുട്ടോ കോളോ കയ്യിൽ ഓവർനൈറ്റ് ഹോൾഡിംഗ് ഉള്ളവരുടെയും അവസ്ഥ. അദ്ദേഹം ഈ രീതിയിലാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രദർ ഒന്ന് കൺട്രോൾ ചെയ്യൂ കേട്ടോ, ഇങ്ങനെ മാർക്കറ്റ് പ്രിഡിക്ഷൻ ചെയ്യുമ്പോൾ അതിന് ഒന്ന് കൺട്രോൾ ആയിട്ട് ചെയ്യൂ. തിങ്കർ പ്രോ, താങ്ക് യു വെരി മച്ച്. രാഹുൽ CR, താങ്ക് യു വെരി മച്ച്. ആൻഡ് ട്രാം ട്രാവലർ മലയാളം, താങ്ക് യു വെരി മച്ച് ബ്രദർ. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങളിലാണ് ഇന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ ഗെറ്റ് ടുഗദർ, അതിൻ്റെ നാളെ ഗൂഗിൾ മീറ്റ് ഉണ്ട്. ദെൻ നമ്മളുടെ റാഫിൾ ഡ്രോ, ന്യൂ ഇയർ പരിപാടി. എല്ലാവർക്കും മാക്സിമം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ വിന്നറായിട്ട്, ഓരോ 100 മെമ്പേഴ്സ് ജോയിൻ ചെയ്യുമ്പോഴും ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനും 1 മാസത്തെ ഇത് കിട്ടുന്നുണ്ട്. ദെൻ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഓരോ മാസത്തിലും ഒരാളെ വെച്ച് സെലക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് 1 മാസത്തെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരാൾക്ക് ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വെച്ചിട്ട് നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്ക് എന്തായാലും ഒരു ഗെറ്റ് ടുഗദറിന് നേരിട്ട് കാണാം എന്നൊരു പ്രതീക്ഷ എനിക്കുന്നുണ്ട്. അതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓൾറൈറ്റ്, കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സപ്പോർട്ട് പരമാവധി ഉറപ്പാക്കുക. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.